രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി വി കുഞ്ഞികൃഷ്ണൻ. രക്തസാക്ഷി ധനരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ നേതാക്കൾ സ്വന്തം പേരിൽ സ്ഥിര നിക്ഷേപം നടത്തിയതിന്റെ ബാങ്ക് രേഖകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. കോൺഗ്രസുമായി കൈകോർത്തതിന് വിമർശിക്കുന്ന CPM-ന് തമിഴ്നാട്ടിലടക്കം MP-മാരുണ്ടായത് അവരുടെ വോട്ട് കൊണ്ടാണ് എന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. രക്തസാക്ഷി കുടുംബസഹായ നിധിയിൽ നിന്ന് 40 ലക്ഷം രൂപ നേതാക്കളായ TI മധുസൂദനന്റെയും KP മധുവിന്റെയും പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി മാറ്റിയെന്നാണ് ബാങ്ക് രേഖകളിൽ നിന്ന് പ്രധാനമായും വ്യക്തമാകുന്നത്. 2016 നവംബർ 3-നാണ് ഈ തുക പയ്യന്നൂർ റെയിൽവേ ഗേറ്റ് ബ്രാഞ്ചിൽ നേതാക്കളുടെ പേരിൽ നിക്ഷേപിച്ചത്. 2018 വരെ 2 വർഷക്കാലം ഈ തുക നേതാക്കളുടെ വ്യക്തിഗത അക്കൗണ്ടിൽ തുടർന്നു. ഫണ്ട് തട്ടിപ്പ് പാർട്ടിയിൽ വലിയ തർക്കമായതോടെ 40 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചെങ്കിലും 2 വർഷത്തെ പലിശ നേതാക്കൾ സ്വന്തമായി എടുത്തു എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നത്. 25 ലക്ഷം രൂപ അതിൻ്റെ കാലാവധിക്ക് ധനരാജ് അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റി 15 ലക്ഷം രൂപ ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് മാറ്റിയത്. ഈ 15 ലക്ഷം രൂപ പിൻവലിച്ചു പോയിട്ടുണ്ട്. ഏരിയ കമ്മിറ്റിയുടെ കണക്കിൽ അത് വന്നിട്ടില്ല. ഈ 40 ലക്ഷം രൂപയിൽ 20 ലക്ഷം രൂപയുടെ പലിശ ഏരിയ സെക്രട്ടറിയുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് പോയത്. ധനരാജ് അക്കൗണ്ടിൽ നിന്ന് സ്ഥിര നിക്ഷേപമാക്കി മാറ്റുക, ആ സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ ഏരിയ സെക്രട്ടറിയുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് മാറ്റുക, ആ നിലയിലുള്ള സമീപനവും ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട്. 2016 ഓഗസ്റ്റ് 16-നാണ് ധനരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ നിധി രൂപീകരിച്ചത്. വെറും 2 മാസത്തിനുള്ളിൽ 63 ലക്ഷത്തോളം രൂപ അക്കൗണ്ടിലെത്തിയിരുന്നു. ഇതിൽ നിന്നാണ് 40 ലക്ഷം രൂപ വകമാറ്റിയത്. കൂടാതെ പിരിച്ച പണത്തിൽ നിന്ന് 5 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറി സ്വന്തം പേരിലാക്കിയെന്നും ഇത് ഭവന നിർമ്മാണത്തിനായി ചെലവഴിച്ചതായി കള്ളരേഖയുണ്ടാക്കിയെന്നും കുഞ്ഞികൃഷ്ണൻ നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചിരുന്നു. ജനം, കണ്ണൂർ.